مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സൂറത്തുൽ കഹ്ഫിലെ 13-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ ഈ ഓതി കേൾപ്പിച്ചത്. മനുഷ്യ ജീവിതത്തിൻ്റെ സുപ്രധാനമായ ഒരു ഘട്ടമാണ് യുവത്വം എന്നുള്ളത്. ജീവിതത്തിൻ്റെ സുപ്രധാനമായ സമയമാണത്. മനുഷ്യന്റെ ശരീരവും ബുദ്ധിയും ശക്തിപ്പെടുകയും മനുഷ്യന്റെ ചിന്ത രൂപപ്പെട്ടു വരികയുമൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് യുവത്വം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ യുവത്വം അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ചിലവഴിക്കുകയും അതിലൂടെ നന്മ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, അനിവാര്യമാണ്. കാലം കഴിഞ്ഞു പോയാൽ തിരിച്ചു പിടിക്കുക ഒരിക്കലും സാധ്യമല്ല. അറബിയിൽ ഒരു കവിതയുണ്ട്, അലാ ലൈത ശബാബ യഊദു യൗമാ ഫഉഖ്ബിറുഹു ബിമാ ഫഅലൽ മശീബു. അലാ അറിയുക, ലൈത ശബാബ യഊദു യൗമൻ, യുവത്വം ഒരു നാൾ തിരിച്ചു വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വൃദ്ധനായ യുവത്വം കഴിഞ്ഞ ഒരാൾ പാടുകയാണ്, എൻ്റെ ജീവിതത്തിലെ യുവത്വം എന്ന ആ കാലഘട്ടം പ്രസരിപ്പിന്റെ, ചങ്കൂറ്റത്തിന്റെ, ധൈര്യത്തിന്റെ, രക്തത്തിളപ്പിന്റെ, ശക്തിയുടെ ആ കാലഘട്ടം ഒന്നുകൂടെ തിരിച്ചു വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്തിനാണത്?
ഫഉഖ്ബിറുഹു ബിമാ ഫഅലൽ മശീബു. ഈ വാർദ്ധക്യമാകുന്ന നരയുടെ കാലഘട്ടം, പ്രയാസത്തിന്റെ കാലഘട്ടം, എന്നോട് ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് ആ യുവത്വത്തോടൊന്ന് പറയാമായിരുന്നല്ലോ എന്ന് അറബിയിൽ ഒരു കവിതയുണ്ട്. എന്ന് പറഞ്ഞാൽ ദീർഘമായി ഇനിയും ലഭിക്കണം, കിട്ടണം, തിരിച്ചു വരണം എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്ന, ചിന്തിക്കുന്ന ഒരു ഘട്ടമാണ് യുവത്വം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ യുവത്വത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലരും യുവാക്കളാണ്, ചിലരൊക്കെ യുവത്വം കഴിഞ്ഞവരാണ്. ഞാനും ഏറെക്കുറെ യുവത്വത്തിന്റെ മർഹല കഴിഞ്ഞവനാണ്. യുവത്വത്തെ സംബന്ധിച്ച് ഹദീസുകളിൽ ധാരാളം പരാമർശങ്ങളുണ്ട്, പരിശുദ്ധ ഖുർആനിലും കാണാവുന്നതാണ്. നമ്മൾ കേട്ട് പരിചയമുള്ള വളരെ തഴക്കവും പഴക്കവും ചെന്ന ഒരു ഹദീസാണ്, 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ അർശിന്റെ നിഴലിട്ട് കൊടുക്കുന്നതാണ് നാളെ പരലോകത്ത്. അഥവാ അള്ളാഹു അവന്റെ പ്രത്യേകക്കാരായി പരിഗണിക്കുന്ന 7 വിഭാഗമുണ്ട് എന്ന് പറഞ്ഞതിൽ വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആരാധനയിൽ ജാഗ്രത പുലർത്തിയും കൊണ്ട്, സൂക്ഷ്മത പുലർത്തിയും കൊണ്ട്, തഖ്വയിലായി തന്റെ യുവത്വം കഴിച്ചു കൂട്ടിയ ആൾക്ക് അള്ളാഹു പ്രത്യേകമായതായിരിക്കുന്ന നിഴൽ നൽകുന്നതാണ്. യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു, അള്ളാഹുവിന്റെ തണലല്ലാത്ത, അള്ളാഹുവിന്റെ നിഴൽ അല്ലാത്ത ഒരു നിഴലും അവിടെ ഉണ്ടാകയില്ല. ആ ദിവസത്തിലാണ് അള്ളാഹു പ്രത്യേകമായി പരിഗണിക്കുന്നത്. ആരെ? നശഅ ഫീ ഇബാദത്തില്ലാഹ്, പടച്ചവനെ പേടിച്ച്, പടച്ചവനെ സൂക്ഷിച്ച്, പരലോക ബോധത്തോട് കൂടെ തന്റെ യുവത്വത്തെ ചിലവഴിച്ചവന് അള്ളാഹ് അവിടെ നേരിട്ട് കൊടുക്കുന്ന. അപ്പോ യുവത്വം എന്നുള്ളത് ജീവിതത്തിന്റെ പ്രസരിപ്പിന്റെ കാലം. അത് അള്ളാഹ്ക്ക് വേണ്ടി, ദീനിന് വേണ്ടി, നല്ലതിന് വേണ്ടി നമ്മൾ ചിലവഴിക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹ് പ്രത്യേകം നമ്മളെ ജാഗ്രതയോടുകൂടെ ഉണർത്തുകയുണ്ടായി. 5 കാര്യങ്ങൾ നിന്നെ ബാധിക്കുന്നതിന് മുമ്പ് മറ്റ് 5 കാര്യങ്ങൾ നീ ലാഭകരമാക്കി മാറ്റണം. അതിന്റെ അവസരം നീ മുതലാക്കി കളയണം, അതിന്റെ അവസരം നീ നേടിക്കളയണം എന്ന് പറഞ്ഞു. അതിലൊന്ന് വശബാബക ഖബ്ല ഹറമിക, നിനക്ക് വാർദ്ധക്യം പിടികൂടുന്നതിന് മുമ്പ് നിന്റെ യുവത്വത്തിൻ്റെതായിരിക്കുന്ന ആ സമയത്തെ, ആ സന്ദർഭത്തെ നീ ലാഭകരമാക്കി മുതലാക്കി എടുക്കുവാൻ നീ ശ്രമിക്കണം എന്ന് 5-ൽ ഒരു കാര്യമായി റസൂലുള്ളാഹ് നമ്മളെ ഉണർത്തുകയുണ്ടായി. അതായത് നിന്റെ വാർദ്ധക്യത്തിലേക്ക് പോയാൽ, വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങളുടെ, ബുദ്ധിമുട്ടിന്റെ, വിഷമങ്ങളുടെ, വേദനയുടെ, യാതനയുടെ, കഷ്ടപ്പാടിന്റെ, ശാരീരികമായി ഉണ്ടായിരിക്കുന്ന ദുർബലതയുടെ ഒക്കെ കാലഘട്ടമാണ്. അതിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് നീ നിന്റെ യുവത്വത്തെ, നിന്റെ ശബാബിനെ നീ നല്ലതിൽ ചിലവാക്കിയും കൊണ്ട് അതിനെ അവസരം മുതലാക്കാൻ നീ ശ്രമിക്കേണ്ടതുണ്ട്. തന്നെയുമല്ല, യുവത്വത്തെ പറ്റി പ്രത്യേകം ചോദ്യമുണ്ട് പരലോകത്ത്. ലാ തസൂലു ഖദമ അബ്ദിൻ എന്ന ഹദീസ് നമ്മൾക്ക് എപ്പോഴും കേട്ട് പരിചയമുള്ളതാണ്. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ തന്റെ കാൽപാദങ്ങൾ ചലിപ്പിക്കാൻ സാധ്യമല്ല, മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല. ലാ തസൂലു ഖദമ അബ്ദിൻ, ഒരു അടിമയും അവന്റെ 2 കാലുകളും മുന്നോട്ട് വെക്കയില്ല. ചില കാര്യങ്ങൾ അള്ളാഹു ചോദിക്കുന്നതാണ്. അതിൽപ്പെട്ട സുപ്രധാനമായ ഒരു ചോദ്യമാണ് വഅൻ ശബാബിഹി ഫീമ അബ്ലാ, എടോ മനുഷ്യ, നീ നിന്റെ യുവത്വം എന്തിനു വേണ്ടി തുലച്ചു, നശിപ്പിച്ചു, ചിലവഴിച്ചു? യുവാവായിരിക്കെ
രക്തത്തിളപ്പിന്റെ, പ്രസരിപ്പിന്റെ, ചങ്കൂറ്റത്തിന്റെ, ധൈര്യത്തിന്റെ, ശക്തിയുടെ, ഏറ്റുമുട്ടലിന്റെ ഒക്കെ സമയമായിരുന്ന നിന്റെ ആ യുവത്വം നീ എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി പറയാതെ കാല് മുന്നോട്ട് വെക്കുക സാധ്യമല്ല എന്നും റസൂൽ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. എന്തിനു വേണ്ടി? അത് തുലച്ചു കളഞ്ഞു. നമ്മൾ നല്ല ശ്രദ്ധിക്കണം. മുസ്ലിം യുവാക്കൾ എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഒരുപാട് ബന്ധങ്ങളും ഒരുപാട് ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉള്ള ആളുകളാണ്. അതങ്ങനെ വെറുതെ അടിച്ചു പൊളിച്ച് രസിച്ച് മതിച്ച് കളഞ്ഞു കുളിക്കുവാനുള്ളതല്ല. കാര്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് നമ്മുടെ വിശ്വാസം, രണ്ട് ഖുർആൻ പഠനം. യുവാക്കളാവട്ടെ അല്ലാത്തവരാവട്ടെ, യുവാക്കൾ വിശേഷിച്ചു. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഈമാനും കൊണ്ട് ഓടി രക്ഷപ്പെട്ട റഖീമിൽ പോയി അഭയം തേടിയ അസ്ഹാബുൽ കഹ്ഫിന്റെ സൂറത്താണ് നമ്മളിപ്പോൾ ഓതിയത്. അതിലെ 13-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. ദഖിയാനൂസി എന്ന അക്രമിയായിരുന്ന രാജാവിന്റെ അതിക്രമത്തിൽ നിന്ന് തങ്ങളുടെ വിശ്വാസവും തൗഹീദുമായി ഒരു മലക്ക് മുകളിൽ അഭയം തേടിയും കൊണ്ട് അള്ളാഹു ഉറക്കുകയും പിന്നെ അള്ളാഹു അവരെ ഉണർത്തുകയും പിന്നീട് അവരെ കാലാകാലത്തേക്കും മരിപ്പിക്കുകയും ചെയ്ത ഒരു വിഭാഗം, അതാണ് അസ്ഹാബുൽ കഹ്ഫ്. അവരാരായിരുന്നു? ഖുർആൻ പറയട്ടെ, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. സത്യസന്ധമായി യാഥാർത്ഥ്യമായി ഞാനിതാ നിനക്ക് അവരുടെ കാര്യം പറഞ്ഞു വിവരിച്ചു തരാം. ഇന്നഹും ഫിത്യത്തുൻ, അവര് ഒരു വിഭാഗം യുവാക്കളായിരുന്നു. എന്താണ് അവർ ചെയ്തത്? ആമനൂ ബി റബ്ബിഹിം, രക്ഷിതാവിൽ അവർ അടിയുറച്ച് വിശ്വസിച്ചു. വസിദ്നാഹും ഹുദാ, ആ ഈമാനിനെ അവർ വിശ്വസിച്ചു എന്നത് തന്നെ അവർക്ക് ആ ഹിദായത്തിന്റെ സന്മാർഗ ദർശനത്തെ നമ്മൾ അധികരിപ്പിച്ചു നൽകുകയുണ്ടായി. അതുകൊണ്ടാണ് വെള്ളിയാഴ്ചയിൽ അത് ഓതാൻ പറഞ്ഞ്. അതിങ്ങനെ ഓതിയിട്ട് ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. എങ്ങനത്തെ ഈമാൻ? വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. അത് ഓതി വിടാനുള്ളതല്ല, ഓതിപ്പോവാനുള്ളതല്ല, ചിന്തിക്കാനുള്ളതാ. വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഖൽബുകളിൽ നമ്മൾ ഉറപ്പിക്കുകയുണ്ടായി. ഇദ് ഖാമൂ, അവർ നിലകൊണ്ടപ്പോൾ, ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങളുടെ രക്ഷിതാവ് ഏകനായ ഈ ലോകം പടച്ച ഭൂമി പടച്ച രക്ഷിതാവ് മാത്രമാണ്. ലൻ നദഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ, ആ അല്ലാഹു അല്ലാത്ത ഒരു ആരാധ്യനോട് ഞങ്ങൾ പ്രാർത്ഥിക്കയില്ല. അങ്ങനെ ഞങ്ങൾ ചെയ്താൽ അത് ഞങ്ങളോട് ചെയ്യുന്ന അതിക്രമമായിരിക്കും എന്ന് കൃത്യമായി പ്രഖ്യാപിച്ച് ആ നാട്ടിൽ വസിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഒരു ഗുഹയിൽ പോയി അഭയം തേടിയ റഖീമിൽ അസ്ഹാബുൽ കഹ്ഫ്. അതാണ് വെള്ളിയാഴ്ച ഓതുന്നത്. അതാണ് ഈ വെള്ളിയാഴ്ച നമ്മൾ പാരായണം ചെയ്യുന്നത്. ഇന്നഹും ഫിത്യത്തുൻ. അപ്പൊ എന്തേ ഞാൻ പറഞ്ഞത്? യുവാക്കൾ അവരുടെ ഒന്നാമത്തെ ബാധ്യത ആമനൂ ബി റബ്ബിഹിം ലൻ നദഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. റബ്ബിന് പുറമെ ഒരാളോടും ഞങ്ങൾ പ്രാർത്ഥിക്കയില്ല. ഞങ്ങൾ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ. റബ്ബിൽ മാത്രമാണ് ഞങ്ങൾ അഭയം വിശ്വാസം തുറന്നു പ്രഖ്യാപിച്ചു. അതുകൊണ്ട് യുവാക്കളാകുന്ന കാലഘട്ടം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ്. ഈ ആയത്തിന് വിശദീകരണം പറഞ്ഞു മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഈ പറഞ്ഞൊരു കാര്യമുണ്ട്. അതെന്താന്നറിയങ്ങള്? വലിഹാദാ,
ഇതുകൊണ്ടാണ്. അതാ അവർ യുവാക്കളായ അവരുടെ പ്രസരിപ്പ് തൗഹീദിന് വേണ്ടി ശിർക്കിന് എതിരെയുള്ള പ്രഖ്യാപനമായിരുന്നു എന്നത് കാന അക്സറുൽ മുസ്തജീബീന ലില്ലാഹി വറസൂലിഹി ശാബ. അല്ലാഹുവിനും അവന്റെ റസൂലിനും ഉത്തരം നൽകിയവരിൽ ഭൂരിപക്ഷം യുവാക്കളായിരുന്നു. വഅമ്മൽ മശായിഖു, അപ്പോൾ വൃദ്ധന്മാർ അഥവാ യുവത്വം കഴിഞ്ഞവർ മിൻ ഖുറൈശിൽപ്പെട്ട ഫഅമ്മത്തുഹും ബഖൗ അലാ ദീനിഹിം, അവര് അവരുടെ പഴയ ആദർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. വലം യുസ്ലിം മിൻഹും ഇല്ലൽ ഖലീൽ, അവരിൽ കുറച്ചാളുകൾ മാത്രമാണ് ഇസ്ലാം സ്വീകരിച്ചത്. ഇതിന്റെ അർത്ഥം ഇസ്ലാമിലേക്ക് ആദ്യമായി എടുത്തുചാടി കടന്നു വന്ന ആളുകൾ യുവാക്കളായിരുന്നു. 20 വയസ്സുള്ളവർ, 13 വയസ്സുള്ളവർ, 25 വയസ്സുള്ളവർ, 30 വയസ്സുള്ളവർ, 40 വയസ്സുള്ളവർ, ഇങ്ങനെ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ളവരായിരുന്നു. എന്നാൽ വൃദ്ധരായ ആളുകളിൽ പലരും അവരുടെ പഴയ അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിൽ തന്നെ കഴിഞ്ഞുകൂടിയവരായിരുന്നു, അല്പം ചില ആളുകൾ ഒഴികെ എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന് വ്യാഖ്യാനം പറയുകയുണ്ടായി. അപ്പൊ എന്താ, കേട്ടാൽ ചിന്തിക്കാൻ, അതിന്റെ സത്യവും അസത്യവും മനസ്സിലാക്കാൻ, സത്യമാണ് എന്ന് ഉൾക്കൊള്ളുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ ദൃഢവൽക്കരിക്കാൻ എല്ലാം ചങ്കൂറ്റമുള്ള ഒരു കാലഘട്ടമാണ് യുവത്വം എന്നുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പറഞ്ഞത് യുവാക്കളായിരുന്നു. അങ്ങനെ യുവാക്കളായ പലരുമായിരുന്നല്ല മുന്നോട്ട് വന്നത് എല്ലായിടത്തും. പിന്നെ നമുക്കിപ്പോ വയസ്സായി, നമ്മുടെ യുവത്വത്തിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നു, സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സ്മരിക്കുന്നതിൽ അള്ളാന്റെ മുമ്പിൽ എനിക്ക് പറയാൻ കഴിയണം, എന്ത്, ഞാൻ എന്റെ യുവത്വം തൗഹീദിന് വേണ്ടി ചിലവഴിച്ചു, തൗഹീദിന് വേണ്ടി ചിലവഴിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ചിലവഴിച്ചു എന്ന് അള്ളാന്റെ മുമ്പിൽ പറയാൻ നമ്മൾക്ക് കഴിയണം. ഇനിയുള്ളവർക്കും കഴിയണം. അതാണ്. അതുകൊണ്ട് തന്നെ ആരാധനാകർമ്മങ്ങളിലും ഖുർആൻ പഠനത്തിലും, ഒന്ന് ഈമാൻ, രണ്ട് ഖുർആൻ പഠനം. അതാണ് ഏറ്റവും, ഒന്ന് ഈമാൻ പറഞ്ഞല്ലോ അൽ കഹ്ഫ് ഉദാഹരണത്തിലൂടെ. രണ്ടാമത്തേത് പരിശുദ്ധ ഖുർആനിന്റെ പഠനം. നമ്മൾ എന്തെല്ലാം, നമ്മളെ കയ്യിൽ നെറ്റുണ്ട്, സെറ്റുണ്ട്, പിന്നെ നമ്മുടെ ഓൺലൈനുണ്ട്, ഗെയിമുണ്ട്, അതേമാതിരി തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കയ്യിലുണ്ട്. അതിനു വേണ്ടി സമയം തുലച്ചു കളയുന്ന യുവാക്കൾ, എന്തിനു വേണ്ടി തുലച്ചു എന്ന് ചോദിക്കുമ്പോൾ 24 മണിക്കൂറിൽ എണ്ണപ്പെട്ട സമയങ്ങൾ മാത്രം ഭക്ഷണം കഴിക്കാനും അവനവന്റെ ഏർപ്പാടും മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം ഈ പലകയും നോക്കി ഇരുന്ന് സമയം കളയുന്നവൻ ശ്രദ്ധിച്ചോ. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, പ്രവാചകരെ, ഞാൻ ഒറ്റ രാത്രിയിൽ ഖുർആൻ 30 ജുസും ഓതി തീർത്തു. ജമഅത്തുൽ ഖുർആന കുല്ലഹു ഫി ലൈലത്തിൻ വാഹിദ. ഇവരാണ് നാളെ അവിടെ പരലോകത്ത് 1-ാം സഫിൽ ഉണ്ടാവുക. ആര്? ഒറ്റ രാത്രി കൊണ്ട് ഖുർആൻ ഈ ഓതുക എന്ന് പറഞ്ഞാൽ എന്തെന്നാ, അങ്ങനെ മൂളിങ്ങേറ്റ് ഇങ്ങനെ ഓതിപ്പോയി എന്നല്ല. അതിന്റെ അർത്ഥവും അതിന്റെ ആശയവും അതിന്റെ വിശദീകരണവും അതിലെ ഈമാനും അതിലെ ഇബാദത്തും അതിലെ അഖ്ലാഖും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പാരായണം ചെയ്ത ആള്, അല്ലാണ്ട് ഓതി അടിച്ചു വിട്ടു പോവാന്നുള്ളതല്ല. ഒരൊറ്റ ദിവസം കൊണ്ട് അദ്ദേഹം യുവാവാ. റസൂലുള്ളാഹി അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്ക് ഇനിയും കുറെ ദൈർഘ്യമായ കാലഘട്ടം അല്ലാഹു നൽകിയേക്കാം, വയസ്സ് നൽകിയേക്കാം. അങ്ങനെ വരുമ്പോൾ നിനക്ക് മടി ബാധിച്ചേക്കാം, അലസത ബാധിച്ചേക്കാം. അതുകൊണ്ട് നീ മാസത്തിൽ ഒരിക്കൽ ഖത്മ് തീർത്താൽ മതി. അബ്ദുല്ലാ മാസത്തിൽ ഒരിക്കൽ എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഒരു ജുസ്ആയി. അപ്പൊ അദ്ദേഹം എന്താ പറയുന്നത്? അദ്ദേഹം വിടുന്നില്ല. അദ്ദേഹം പറയുന്നത് എന്താ? ദൈനി അസ്തംതിഉ ബിഖുവതി വശബാബി
ദഅനി നബിയെ പറ്റില്ല. അസ്തംതിഉ ബിഖുവതി വശബാബി, എന്റെ ശക്തിയും എന്റെ യുവത്വവും കൊണ്ട് ഞാൻ ഖുർആൻ ആസ്വദിക്കുകയാണ്. ഖുർആൻ ആസ്വദിക്കുകയാണ് ഞാൻ. അസ്തംതിഉ, ഞാൻ അനുഭവിക്കുന്നു, ഞാൻ ആസ്വദിക്കുന്നു. ബിഖുവതി വശബാബി, എന്റെ യുവത്വവും എന്റെ ശക്തിയും കൊണ്ട് ഞാൻ ഖുർആൻ ആസ്വദിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ 10 ദിവസത്തേക്കോട്ടെ, 10 ദിവസത്തിൽ ഒരിക്കൽ നീ ഖത്മ് തീർത്തോ. അപ്പോഴും വീണ്ടും നേരത്തെ പറഞ്ഞ അതേ കാര്യം ആവർത്തിക്കുന്നു അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അപ്പോ റസൂലുള്ള പറയുകയാണ്, എന്നാൽ ഫീ ഉസ്ബൂഅ്, 7 ദിവസത്തിൽ ഒരിക്കലായിക്കോട്ടെ, അതിലപ്പുറം ഏതായാലും പോവണ്ട. ഒരു യുവാവുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് തിരക്കുകളും ഒരുപാട് ജോലികളും പ്രയാസങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാണ്ടാവുമല്ലോ. അപ്പൊ 7 ദിവസം കൊണ്ട് ഖത്തം തീർത്താൽ മതി. നമ്മളെ യുവാക്കൾ ഒരൊറ്റ ഇരിപ്പ് തന്നെ മൊബൈല് 50 ഖത്തം ഒറ്റയടിക്ക് തീർക്കലാണ്. ഉമ്മയും ബാപ്പയും ചോറ് കഴിക്കാൻ വേണ്ടി മേലിന് വിളിച്ചാൽ മേലെയാണെങ്കിൽ ഇവന് ബോധം ഉണ്ടാവില്ല. മോനെ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്, ആ എന്ത് ഹാം. തൊട്ടടുത്താണെങ്കിൽ ഇപ്പൊ ഈ ട്രെയിനിലും ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോ തൊട്ടടുത്ത് ഇരിക്കുന്ന ആളെ നമ്മൾ തൊടൂലേ, ഒന്നിങ്ങനെ കാര്യം പറയാണ്ട് വെച്ചിട്ട് തൊട്ടാൽ ഓൻ അറിയുന്നേ ഇല്ല. ഓൻ എന്തായിപ്പോയി, ഓൻ ഈന്റെ ലഹരിയിലാണ്, ഈ പലക്കണ്ടത്തിന്റെ ലഹരിയിൽ. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഖുർആന്റെ ലഹരിയിൽ. യുവാക്കൾ ചിന്തിക്കുക, ശ്രദ്ധിക്കുക, ഇതൊന്നും നിലനിൽക്കുന്നതല്ല ദുനിയാവ് എന്ന് പറഞ്ഞാൽ. വൈകുന്നേരമാകുമെന്നറിയില്ല, എന്നിട്ടല്ലേ ബാക്കി നാളത്തെ കാര്യം. അതുകൊണ്ട് നാളേക്കുള്ള കാര്യം യുവാക്കളെ, സഹോദരന്മാരെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, ഖുർആൻ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഓതി എന്ന് പറയുന്നത് ഒരു മോത്തല്ല, പഠനമാണ്. റസൂലുള്ളാഹി പറഞ്ഞു 7 നിൽക്കണം, ഇനി അധികരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് ഒരു സമയം നിശ്ചയിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിലെ യുവാക്കളെ എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ വളരെ സമയം അതിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരും. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, യുവാബ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ബിലാൽ ഇബ്നു റബാഹ്, മുസ്അബ് ഇബ്നു ഉമൈർ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സഈദ് ഇബ്നു സൈദ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, സഈദ് ഇബ്നു അബീ വഖാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഹംദത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ്, ജഅഫർ ഇബ്നു അബീ താലിബ്, സയ്യിദ് ഇബ്നു ഹാരിസ, അബ്ദുല്ലാഹി ഇബ്നു റവാഹ, ഖാലിദ് ഇബ്നു വലീദ്, അബൂ ഉബൈദ ജറാഹ്, ഉസാമത്ത് ഇബ്നു സൈദ്, അർഖം ഇബ്നു അബുൽ അർഖം, ഹബ്ബാബ് ഇബ്നു അറത്ത്. കഴിഞ്ഞില്ല, താൽക്കാലികം നിർത്തിയതാണ്. യുവാക്കളെ നിരയാന്നത് ഇസ്ലാമിലെ. ഇവരൊക്കെ ഓരോ ഉമ്മത്താ. ഇബ്രാഹിം നബിയെ പറ്റി പറഞ്ഞ മാതിരി ഓരോ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവരവരുടേതായിരിക്കുന്ന യുവത്വത്തെ ഇസ്ലാമിന് വേണ്ടി ചിലവഴിക്കുന്നതിൽ സ്വന്തം കുടുംബമോ സ്വന്തം പിതാവോ മാതാവോ നോക്കാതെ, ഇടം വലം ചിന്തിക്കാതെ ഇസ്ലാമിന് വേണ്ടി ചിലവഴിച്ചവർ, രക്തസാക്ഷികളായവർ, കയ്യും കാലും മുറിക്കപ്പെട്ടു പോയ ആൾക്കാർ. ഇതിൽ സുപ്രധാനിയായ ഒരു വ്യക്തിയാണ്, എല്ലാവരും പ്രധാനപ്പെട്ടവരാ, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വിളിപ്പേരുണ്ട്, സഫീറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ അംബാസിഡർ എന്ന് പറഞ്ഞാൽ, മക്കയിൽ നിന്ന് ഹിജ്റയ്ക്ക് മുമ്പ് റസൂലുള്ള മദീനയിലേക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ച ആള് ഹാഫിളാണ്. അർഖം ഇബ്നു അബുൽ അർഖമിന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് നടത്തുന്ന ഖുർആൻ ക്ലാസ്സിൽ ഖുർആൻ കേട്ട് പഠിച്ചവനാണ്. മാതാവും പിതാവും ഒക്കെ വളരെയധികം വിലങ്ങി, എന്നിട്ടും അദ്ദേഹം ദീനിൽ പിന്തിരിയാതെ ഉറച്ചുന്നു. ആരാ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു? മദീനയിലെ മക്കയിലെ കുലീന കുടുംബത്തിൽ ജനിച്ചവൻ. നമ്മൾ സാധാരണ പറയല്ലേ, വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചവൻ. മക്കയിലെ മുന്തിയ അത്തർ ഉപയോഗിക്കുന്നവൻ. ആര്? മുസ്അബ് റളിയല്ലാഹു അൻഹു. ഖുർആൻ പഠിച്ചു, കുടുംബത്തിന് വിലക്ക് വന്നു,
പ്രയാസങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഖുർആൻ പഠിച്ച ആളെ റസൂലുള്ള മദീനയിലേക്ക് 12 ആളെ പറഞ്ഞയച്ചതിൽ പ്രമുഖൻ മിസ്അബ് റളിയല്ലാഹു അൻഹു. അവിടെ പോയിട്ട് മൂപ്പർ ഖുർആൻ പഠിപ്പിക്കുക ചെയ്ത് ജനങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്തു. റസൂൽ വന്നപ്പോഴേക്കിന് റസൂലുള്ളാഹിന്റെ ഹിജ്റ ആയപ്പോഴേക്കിന് അവിടെ കൃത്യമായ ഒരു സമൂഹം രൂപപ്പെട്ടിരുന്നു. അതിന് മുൻപന്തിയിൽ നിന്നത് മിസ്അബാകുന്ന യുവാവായിരുന്നു. എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ കൂട്ടത്തിൽ ജാഫർ ഇബ്നു അബി താലിബ് എന്ന യുവാവ് ഉണ്ടായിരുന്നു. അങ്ങനെ ഉഹദ് യുദ്ധം നടക്കുന്നു. റസൂലുള്ളാഹിന്റെ സന്തത സഹചാരിയായി മുഹാജിരീങ്ങളുടെ പതാക ഏന്തിയിരിക്കുന്നത് പതാകവാഹകൻ മിസ്അബ് റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹം ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. യുദ്ധാനന്തരം റസൂലുള്ളാഹി ഓരോ ജനാസയും പരിശോധിക്കുമ്പോൾ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് എന്റെ കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയുണ്ടായി. കാരണം മക്കയിലെ സുഖസുന്ദരമായ ജീവിതം, കുലീനമായ കുടുംബം, സാമ്പത്തികമായ ആസ്തി, അതേ പ്രകാരം ലാളിത്യത്തിൻ്റെതായിരിക്കുന്ന അനുഗ്രഹത്തിന്റെ ഭൗതിക സൗകര്യങ്ങളുടെ എല്ലാം തന്നെ ഉന്നതിയിൽ കഴിഞ്ഞുകൂടിയ മിസ്അബ് റളിയല്ലാഹു അൻഹു ഇതാ മണ്ണ് കപ്പിയും കൊണ്ട് ഉഹദ് മണ്ണിൽ കിടക്കുകയാണ്, രക്തസാക്ഷിയായും കൊണ്ട്. എന്താ അവസ്ഥ? ആകെ ഒരു ബുർദത്ത് അഥവാ ഒരു തട്ടം, ഒരു പുതപ്പ് മാത്രമാണ് ബാക്കിയുള്ളത്. ആ പുതപ്പ് കൊണ്ട് തല മറച്ചാൽ കാല് മറയില്ല, കാല് മറച്ചാൽ തല മറയുകയില്ല. ഇന്നോ നമുക്ക് എത്ര കൂട്ട് ഡ്രസ് ഉണ്ട്? ഇവരാന്ന് അവിടെ 1-ാം സഫിൽ ഉണ്ടാവുക. എവിടെ? പരലോകത്ത്. ഇവരാണ് അവിടെ ആ രക്തസാക്ഷിയായ രക്തപങ്കിലമായ വസ്ത്രവുമായി അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് പോയ ശുഹദാക്കന്മാരിൽ പ്രമുഖനായ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ കാൽപാദത്തിൽ പച്ച ഒരു തരം പുല്ല് പറിച്ചു വെച്ചുകൊണ്ടാണ് കഫൻ പുടയാക്കി മറവ് ചെയ്തത്. റസൂൽ പറഞ്ഞു, ഇദ്ഖിർ എന്ന് പറയുന്ന ഒരു തരം പുല്ലുണ്ട്, ഒരു ചെടി, അത് വത്തിച്ചിങ്ങട്ട് മറിച്ച്, അല്ലാണ്ട് തുണിയില്ല. നമുക്കോ ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാ? ആലോചിക്കാൻ കഴിയണ്ട. നമുക്ക് നമ്മളെ മക്കളോട് പറഞ്ഞാൽ മക്കൾ പറയും അതൊക്കെ ഓറിങ്ങനെ പറയാന്ന്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം ഇവന്റെ ലാളിത്യം, ഇവന്റെ സമ്പത്ത്, ഇവന്റെ ആറാടൽ, ഇവന്റെ കളിയാടൽ, ഇവന്റെ ആസ്വദിക്കൽ ഒന്നും ഈനെ ഓനെ പറഞ്ഞാൽ തിരിയൂല. ഈ മിസ്അബിനെയാണ് ഒരിക്കൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഓർത്തുപോയത്. മിസ്അബ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു, അഥവാ രക്തസാക്ഷിയായി മറവ് ചെയ്തു. ഇസ്ലാമിൽ ഒരു ആശ്വാസം ലഭിക്കുന്നതിന്റെ മുമ്പ്, ഇസ്ലാമിൽ അല്പമൊക്കെ സാമ്പത്തികമായ ഉന്നതിയും ആശ്വാസവും ഒക്കെ ലഭിക്കുന്നതിന്റെ മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞ മിസ്അബിനെയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് നോമ്പുകാരനായിരിക്കെ ഭക്ഷണം മുമ്പിൽ കൊണ്ടുവച്ചുകൊണ്ട് ഓർക്കുന്നത്. ഓർത്ത് അദ്ദേഹം കരയാണ്. അപ്പൊ ചോദിച്ചു, എന്ത് നിങ്ങൾ കരയുന്നു? നോമ്പുകാരനായ നിലയിൽ നോമ്പുറിക്കാൻ വേണ്ടി ഭക്ഷണം കൊണ്ടുവച്ചപ്പോ അദ്ദേഹം കരയാന്ന്. അപ്പൊ ചോദിക്കപ്പെടുകയുണ്ടായി, എന്താ കരയാൻ കാരണം? അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, യുവാക്കളെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, ഈ ദുനിയാവിന്റെ പളപളപ്പിൽ ആറാടിയും കൊണ്ട് കഴിഞ്ഞുകൂടുന്ന നമ്മൾ ചിന്തിക്കേണ്ടത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറയുകയാണ്, ഞാൻ മിസ്അബിനെ ഓർത്തുപോയി. എനിക്ക് മിസ്അബിനെ ഓർമ്മ വന്നു. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച് മക്കയിൽ നിന്ന് ആദർശം സ്വീകരിച്ച് മദീനയിലേക്ക് ഹിജ്റ വന്ന് മുഹാജിറുകളെ നേതാവായി ഉഹദ് യുദ്ധത്തിൽ രക്തസാക്ഷിയായി പരലോകത്തേക്ക് പോയ മിസ്അബ് റളിയല്ലാഹു അൻഹു. ആ മിസ്അബിന്റെ ശേഷം കുറെ കാലം ഞാൻ ഇവിടെ ജീവിച്ചു. ഞാൻ ഇന്ന് ടെക്സ്റ്റൈൽസിന്റെ ഉടമയാണ്, അത്യാവശ്യം സാമ്പത്തികമുള്ളവനാണ്. ഞാൻ ചെയ്ത നന്മകളൊക്കെ അള്ളാഹു ഇവിടുന്ന് തന്നെ നന്മയായി ചെയ്ത് അതിന്റെ പ്രതിഫലം നൽകപ്പെട്ടതാണോ ഇത് എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ ചെയ്ത നന്മകളൊക്കെ എനിക്ക് ഇവിടെ തന്നെ കിട്ടിപ്പോയോ എന്ന് ഞാൻ പേടിക്കുകയാണ്. ഹത്താ തറക്ക തആം, ആ ഭക്ഷണം അദ്ദേഹം കഴിച്ചില്ല. ആരെ? ഈ മിസ്അബ് റളിയല്ലാഹു അൻഹു. ഈ കഥ പറയുന്നുണ്ട് അദ്ദേഹം. റസൂലിനോട് പറഞ്ഞപ്പോ തല മറച്ചാൽ കാല് മറക്കാനില്ല, കാല് മറച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തപ്പെട്ട വസ്ത്രം. അങ്ങനെ അദ്ദേഹം ഇവിടുന്ന് പോയത്. ഞാനോ, ഞാൻ ഇന്ന് അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ളവനാണ്.
അപ്പോ ഞാൻ ഈ ചെയ്ത നന്മകൾക്കൊക്കെയുള്ള പ്രതിഫലം അല്ലാഹ് ഇവിടുന്ന് തന്നെ തന്നുപോയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം രക്തപങ്കിലമായ വസ്ത്രവുമായി നാളെ പരലോകത്തേക്ക് വരുന്ന മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു വലിയ പ്രതിഫലം തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും. എനിക്കോ എന്റെ ഇവിടെ തന്നെ കിട്ടിപ്പോയോ ഞാൻ പേടിക്കാന്ന്. ആര് പറഞ്ഞു? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയും, ലഖദ് ഖശീതു അൻ യകൂന ഖദ് ഉജ്ജിറത് തയ്യിബാതുനാ എന്ന്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാം. ഈ പൂർവികന്മാരായ യുവാക്കൾ, അവരെ മാതൃകയിൽ ഒന്ന് ഈമാൻ, രണ്ട് പരിശുദ്ധ ഖുർആന്റെ പഠനം. മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ ഖുർആൻ പഠിപ്പിക്കാനാണ് മദീനത്തേക്ക് പറഞ്ഞേച്ചത്. ഖുർആന്റെ അധ്യാപകനായിട്ട്, ഖുർആന്റെ മുദദ്ദിസായിട്ടാണ് റസൂലുള്ളാഹ് മദീനയിലേക്ക് പറഞ്ഞയച്ചത്. കാരണം എന്താ? അദ്ദേഹം അത് ശരിക്കും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈമാൻ, രണ്ടാമത്തേത് ഖുർആൻ. യുവാക്കൾ ശ്രദ്ധിക്കാം. ജുന്ദുബ് ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. ഞങ്ങൾ നബിയെ ചുറ്റിപ്പറ്റി കൂടി കഴിഞ്ഞുകൂടുന്ന യുവാക്കളായിരുന്നു. അവിടെ യുവാക്കളാ കണ്ട, ഫിത്തിയാനുൻ ഹസാവിറ. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഇങ്ങനെ കൂടി കഴിഞ്ഞുകൊണ്ട് ദീന് പഠിച്ച് പ്രവാചകരിൽ നിന്ന് ഖുർആനും സുന്നത്തും ദീനും മര്യാദകളും ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന യുവാക്കളായിരുന്നു. ഞങ്ങൾ നബിയിൽ നിന്ന് ഈമാൻ ആദ്യം പഠിച്ചു. ഈമാൻ, റസൂലുള്ള ഈമാൻ എന്താണ്, വിശ്വാസം എന്താണ്, അഖീദ എന്താണ്, തൗഹീദ് എന്താണെന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. ഖുർആൻ പഠിക്കുന്നതിന് മുമ്പ് തന്നെ, ഖുർആൻ പഠിപ്പിക്കുന്നതിന് മുന്നേ ഈമാൻ കൃത്യമായി പഠിപ്പിച്ചു തന്നു. അതാണ് നമ്മളെ ചെറിയ മക്കൾക്ക് നമ്മൾ ഈ ഈമാൻ കൃത്യമായി ശരിയാക്കണം, പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറയാൻ കാരണം. പിന്നീട് ഞങ്ങൾ ഖുർആൻ, പിന്നെ ഞങ്ങൾ ഖുർആനും പഠിച്ചു. അതോടുകൂടി എന്താ ഉണ്ടായത്? ഈമാൻ, ഞങ്ങളെ ഈമാൻ ഇങ്ങനെ പടിപടിയായി വർദ്ധിക്കുകയുണ്ടായി. ഞങ്ങളുടെ ഈമാൻ, ഞങ്ങളെ വിശ്വാസം പടിപടിയായി വർദ്ധിക്കാൻ അവസരമുണ്ടായി എന്ന് ജുന്ദുബ് ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു എന്ന യുവാവ് പറഞ്ഞതായിട്ട് ഇബ്നു മാജ റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. വഇദാ തുലിയത് അലൈഹിം ഐഎസ്എം കാരണം, എംഎസ്എം കാരണം അല്ലാത്തവനും എല്ലാ യുവാക്കളും ഉപ്പാരും ഉമ്മാരും എല്ലാം ശ്രദ്ധിക്കുക. മോൻ നന്നാൻ വേണ്ടി മെയിലാരോട് ദ്വാരക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ വെറുതെ ആണ്, നമ്മൾ നന്നാക്കാണ്ട്. ഉസ്താദെ, മോൻ ഞാൻ പറഞ്ഞ കേൾക്കില്ല, നിങ്ങൾ ദ്വാരക്കണം. ഇനി ഇവനെ എന്തെങ്കിലും പഠിപ്പിച്ചോ? ഈമാൻ പഠിപ്പിച്ചോ? ഖുർആൻ പഠിപ്പിച്ചോ? അല്ല. പിന്നെ മെയിലാർ ദ്വാരണ ദ്വായം കൂടി പോയി എന്നല്ലാണ്ട് എന്താ കാര്യം? ദ്വാരപ്പിക്കാൻ നടക്കണ്ട, ആദ്യം പഠിപ്പിക്കുക. ആദ്യം അഖീദ പഠിപ്പിക്കുക, പിന്നെ ഖുർആൻ പഠിപ്പിക്കുക. അതോടുകൂടി വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, അവരുടെ മേൽ ഈമാൻ, വിശ്വാസം, ഖൽബ് രൂഢമൂലമായ ആളുകൾക്ക് ഖുർആൻ ഓതപ്പെട്ടാൽ അവരെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു. അലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ റബ്ബിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരിക്കും എന്ന് പറഞ്ഞ വിഭാഗത്തിൽ പെടാൻ നമ്മൾ ശ്രമിക്കുക. നമ്മളെ മക്കളൊക്കെ നമ്മൾ ആ രീതിയിലേക്ക് ആക്കുക. കാലഘട്ടം അല്പം സല്ലത്തിന്റെ കാലഘട്ടമാണ്. എന്താ സല്ലത്ത് എന്ന് പറഞ്ഞാൽ തെന്നി മാറി ഒഴിഞ്ഞ് ഒഴുകി പറഞ്ഞ് ഇങ്ങനെ മാറിപ്പോകുന്ന. അവിടെ ഒരു ഖുർആൻ ക്ലാസ് ഉണ്ട്. എനിക്ക് കോളേജിലത്തെ കണ്ടവന ഹോംവർക്ക് ഉണ്ട്. ഇവന്റെ ഹോംവർക്ക് എപ്പോഴാ കയ്യല്? ഏത് സമയത്തോ ഹോംവർക്ക് കയ്യല്? പഠനം കഴിഞ്ഞാൽ ജോലിക്ക് പോകണം, ജോലി കഴിഞ്ഞാൽ പിന്നെ ഓന്റെ വേറെ ഹോംവർക്ക്. ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാ സമയം കിട്ടുക? അതുകൊണ്ട് മക്കളെ നമ്മൾ കയറിട്ട് പിടിക്കുക, ചെറിയനെയും വലിയനെയും എല്ലാം. കാരണം എന്താണെന്നറിയാം ഞങ്ങള്? അൻഫുസക്കും വഅഹ്ലീക്കും നാറൻ വഖൂദുഹ അന്നാസു വൽ ഹിജാറ. ആയത്തിന്റെ അർത്ഥം ഞാൻ പറയില്ല. വിശ്വാസികള്, നിങ്ങൾ നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെയും ഒക്കെ സൂക്ഷിക്കുക. ആയത്തെപ്പോഴും കേൾക്കുന്ന ആയതുകൊണ്ട് ഞാൻ അർത്ഥമായില്ല എന്ന് പറഞ്ഞ്. നരകമാണ് പരലോകത്ത്, മനുഷ്യനാണ് കത്തിക്കപ്പെടുന്നത്. ശ്രദ്ധിക്കുക. ഈമാൻ ഖുർആൻ, ഈമാൻ ഖുർആൻ, അതായിരുന്നു സഹാബത്തിന്റെ മുദ്രാവാക്യം. അതാ ജുന്ദുബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ സംഭവം.
അതുകൊണ്ട് യുവത്വം നന്മയിലേക്ക് തിരിച്ചുവിടാൻ, യുവത്വം നല്ലതിലേക്ക് തിരിച്ചുവിടാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മുടെ യുവാക്കളെ അത്തരത്തിൽ പരിവർത്തിപ്പിക്കുമാറാവട്ടെ.